വാൾപ്പയറ്റടി പൂഴിക്കടകം ചാടിക്കെട്ടി വിളമ്പിരി കെട്ടി എന്തു പറ്റി? പാട്ടൊക്കെ ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. അതായത് ഒരു വാക്പോരുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരുടേതാണ്? ഷാജിദ ഷാജി, പിന്നെ കൃഷ്ണൻ്റെ രാധയുടെ കൃഷ്ണൻ, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് എന്തൊക്കെയോ എന്തായാലും നമുക്ക് ഷാജിയുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് തോന്നുന്നു. എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞത് തന്നെയാണെങ്കിലും ഈ ഒരു കാര്യങ്ങൾ കുറച്ച് എനിക്ക് പറയണം എന്ന് തോന്നി. അതായത് നമ്മുടെ ഷാജിദയുടെ വിഷയം ഒരു ലക്കും ലഗാനുമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതെവിടെയെങ്കിലും ഒരു എൻഡ് ഉണ്ടാകണമല്ലോ എന്ന ഒരു ആഗ്രഹം കൊണ്ടും ഒക്കെയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് ആദ്യം തന്നെ ഷാജിദയോടാണ് ഈ വീഡിയോ. ഷാജിദ കാണുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷേ എങ്കിലും എപ്പോഴെങ്കിലും ഷാജിദ കാണും. ആ ഒരു സമയത്തൊരു റീതിങ്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്ന് ആത്മസംയമനത്തോടു കൂടി ഒന്ന് ചിന്തിക്കുക, എൻ്റെ വാക്കൊന്ന് ക്ഷമയോടുകൂടി ഒന്ന് കേൾക്കുക. ഷാജിദ സോഷ്യൽ മീഡിയയിൽ വന്നത് ഒരു പാവം പിടിച്ച സ്ത്രീ ആയിട്ടാണ്. ഷാജിദയുടെ ആദ്യം മുതലേ ഉള്ള വീഡിയോകൾ ഞാൻ കാണാറുള്ള ഒരാളായിരുന്നു, ഇപ്പോഴും കാണും. ഇപ്പോൾ പിന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു വെപ്രാളവും ബേജാറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഒരു പാവം പിടിച്ച ഒരു സ്ത്രീ ആയിട്ടാണ് വന്നത്. അതായത് ഭർത്താവ് സൂയിസൈഡ് ചെയ്ത 5 മക്കളെയും കൊണ്ട് ജീവിക്കാൻ പാടുപെടുന്ന, എന്നാൽ പുറത്തൊന്നും പോയി ഒരു ജോലിയും ചെയ്യാൻ പുള്ളിക്കാരത്തിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ സ്വന്തമായിട്ട് ഒരു കൈത്തൊഴിൽ അറിയാമോ അതും അറിഞ്ഞുകൂടാ. എന്നാൽ എങ്ങനെയാണ് കുട്ടികളെ പോറ്റാൻ നിവൃത്തിയില്ല. അപ്പോൾ കുറേ അധികം മനുഷ്യർ ഷാജിദയെ നെഞ്ചിലേറ്റി. അതായത് 5 കുട്ടികളെ വളർത്തുന്ന ഉമ്മ എന്നുള്ള നിലയിൽ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ അനാഥരാണ്, കുട്ടികൾ എത്തി മക്കളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അവരെ സഹായിക്കാൻ തുനിഞ്ഞു. അളവിലധികം സഹായങ്ങൾ കിട്ടിയത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ അത് ഈ തിന്നുന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണോ ഒന്നും മനസ്സിലാവാതെ അന്ന് കുറേ എന്തൊക്കെയോ കാര്യങ്ങളുടെ പിന്നാലെ പുള്ളിക്കാരത്തിൽ പോയി. നമുക്ക് കിട്ടുന്ന സഹായം എന്ന് പറയുന്നത് അത് നമുക്ക് ദയവിൽ കിട്ടുന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരാൾ നമുക്ക് ദയവിൽ തരുന്ന ഒരു സാധനമാണ്. ഈ സാധനം എടുത്തുകൊണ്ട് പോയി മറ്റുള്ളവർക്ക് കൊടുത്തു, ബന്ധുക്കൾക്ക് കൊടുത്തു, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സഹായ തുകയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളിക്കാരത്തി ചെയ്തു. അത് കഴിഞ്ഞ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി. നല്ല കാര്യം, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയപ്പോൾ പുള്ളിക്കാരത്തി എന്താക്കി, സ്വന്തം ഉമ്മയ്ക്ക് പിന്നെ വളയോ മാലയോ കമ്മലോ ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അനിയത്തിമാരുടെ മക്കൾ, അങ്ങനെ തുടങ്ങി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു. ഇത് ഒന്നും ആരും തന്നെ ഷാജിദയുടെ ബെഡ്റൂമിൻ്റെ അകത്ത് ക്യാമറ കൊണ്ടുവന്ന് വെച്ചിട്ട് കണ്ടെത്തിയ കാര്യങ്ങളല്ല. ഷാജിദ തന്നെ പുറത്ത് കൊണ്ടുവന്ന് കാണിച്ച ഒരു കാര്യം. അപ്പോൾ പാവം എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ ഇസ്ലാമിക വിശ്വാസത്തെ അതേപടി പിൻപറ്റുന്ന ഒരാളാണ് എന്നൊക്കെ വിചാരിച്ചും കൊണ്ടാണ് ഷാജിദയുടെ എത്തി മക്കളാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരുപാട് മുസ്ലിം സഹോദരങ്ങളാണ് ഷാജിദയെ നെഞ്ചിലേറ്റി കൊണ്ടു നടന്നതും ഒരുപാട് സഹായങ്ങൾ തന്നതും. ഇതിനിടയിൽ കുറേയധികം പൂവാലന്മാരും കുറേയധികം ഈ പെണ്ണുങ്ങളെ ട്രാപ്പ് ചെയ്യുന്ന കുറേ റൌഫിനെയൊക്കെ പോലുള്ള ഒരുപാട് പേര് എന്തൊക്കെയോ സാധനങ്ങൾ തന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, എനിക്കിഷ്ടവുമില്ല. പക്ഷെ അങ്ങനെ നടക്കുമ്പോൾ ഒരു പിന്നെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതായത് ഒരു 24 വയസ്സുള്ള ഒരു പുള്ളിക്കാരൻ ഇത്രയും ബാധ്യതകൾ ഏറ്റെടുക്കുമോ, അത് വെറുതെ ആയിരിക്കും, അതായത് കുട്ടികളുടെ പേരിൽ കിട്ടുന്ന സഹായ തുക കൈപ്പറ്റാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വിഷയത്തിനൊക്കെ ശേഷം ഷാജിദ ഭയങ്കര സൈലൻ്റായി സ്വന്തം കാര്യം നോക്കി സ്വന്തം ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സ്വന്തം കുടുംബത്തിനകത്ത് എന്തൊക്കെയോ ഭിന്നതയും കാര്യങ്ങളും വരുന്നതും ഉമ്മയുമായിട്ട് എന്തൊക്കെയോ വിഷയങ്ങളും ആയിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ വന്ന് കരയുകയും പറയുകയും പിന്നീട് ഗുണ്ടായിസം പോലെ തന്നെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഷാജിദേനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്തായാലും ഷാജിദ ഇനി എത്ര തന്നെ വളർന്നു, ഞാൻ ഭയങ്കരമായിട്ട് വളർന്നു എന്ന് പറഞ്ഞാലും ഷാജിദ ചിന്തിക്കേണ്ടത് ഷാജിദയുടെ കഠിനാധ്വാനം കൊണ്ടല്ല ഷാജിദ വളർന്നിരിക്കുന്നത്, ജനങ്ങൾ ഷാജിദയ്ക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ്. ഈ ഒരു സപ്പോർട്ട് ഇല്ല എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവിടെയും ഷാജിദയ്ക്ക് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്നും കിട്ടിയതാണ്, ജനങ്ങളുടെ സപ്പോർട്ടാണ്. അതിൽ ഇപ്പോൾ കമൻ്റൊക്കെ എടുത്ത് വെച്ച് വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആരും സഹിക്കാത്ത കമൻറ്റുകളൊക്കെയാണ്. അപ്പോൾ അവിടെയും സപ്പോർട്ടാണോ അതോ നെഗറ്റീവ് സപ്പോർട്ട്? ഈ പ്രശസ്തി എന്ന് പറയുന്ന ഒരു മനുഷ്യന് പ്രശസ്തിയും കിട്ടും, കുപ്രസിദ്ധിയും കിട്ടും. അതിൽ ഷാജിദയ്ക്ക് കിട്ടിയിരിക്കുന്ന പ്രശസ്തി ഏതാണ് എന്ന് ഷാജിദ തന്നെ സ്വയം തീരുമാനിക്കുക. പിന്നെ ഉമ്മയെക്കുറിച്ച് ഷാജിദ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നേ. ഷാജിദയുടെ വീട്ടിലെ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടാക്കിയത് ഷാജിദ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പുറം ലോകത്തെ അറിയിച്ചത്, ഷാജിദയെക്കുറിച്ച് പുറം ലോകത്തെ അറിയിച്ചതും എനിക്ക് തോന്നുന്നു ഇറ്റ്സ് മൈ കൈസ് എന്ന് പറയുന്ന ആ പയ്യനാണ്.
അപ്പോൾ ഷാജിദയുടെ ഉമ്മയെക്കുറിച്ച് ഷാജിദ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ സ്വാഭാവികമാണ്, ഞാനും ചിന്തിച്ച ഒരു കാര്യമാണ്. അതായത് ഷാജിദയുടെ വിഷയം അവതരിപ്പിക്കുന്നുണ്ട്, സ്വന്തം ചാനൽ വഴി ഷാജിദ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മയ്ക്ക് പറയാനുള്ളത് നമ്മൾ എങ്ങനെ അറിയും? ഷാജിദ പൊതുസമൂഹത്തിൽ ഇടുന്ന ഒരു വിഷയം, അത് പൊതുസമൂഹം ശരിയാണോ തെറ്റാണോ എന്ന് വിധി എഴുതുന്നത് എപ്പോഴാണ്? രണ്ടാമത്തെ വശം കേൾക്കുമ്പോഴാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഉമ്മയുടെ വശവും കൂടി കേൾക്കണം എന്നിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അപ്പം എന്തായാലും അങ്ങനെ ഒരു അവസരം കൊടുത്തത് ആരാണ്? ഷെഫീന ഇത്തയും അതുപോലെ ഇറ്റ്സ് മൈ കൈസുമാണ്. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇവരോട് രണ്ടുപേരോടും ഭയങ്കര തീർത്താൽ തീരാത്ത പകയാണ് ഷാജിദയ്ക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വീഡിയോകളും ലൈവുകളും ഒക്കെ കാണുമ്പോഴത്തേക്കും അങ്ങനെയാണ് തോന്നുന്നത്. ഒരുപാട് തെറി വിളിച്ചുകൊണ്ടും ഞാൻ അങ്ങനെ ആക്കാം, ഞാൻ ഇങ്ങനെ ആക്കാം. പിന്നെ ഏതൊക്കെയോ ലൈവിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, സൈബർ സെല്ലിൽ ഞാൻ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പൊന്നു മോളെ, സൈബർ സെല്ലായിരുന്നാലും എവിടെ ആയിരുന്നാലും നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ, നമ്മളൊരാളെ വെട്ടിക്കൊന്നിട്ട്, ഇപ്പം എന്നെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് വന്നവൻ്റെ അവൻ എൻ്റെ തോളിൽ ഒന്ന് വെറുതെ ഒന്ന് പോറി, ഞാൻ അവൻ്റെ കൈ വെട്ടി മാറ്റിയിട്ട് ഞാൻ സൈബർ സെല്ലിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഷാജിദയെ വെറുതെ നോണ്ടിയ ഒരുത്തനെ ഷാജിദ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് സൈബർ സെല്ലിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കും എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് നോർമലി വളരെ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന, വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഇറ്റ്സ് മൈ കൈസിനെ അവൻ്റെ ഭാര്യയെയും അമ്മയെയും വരെ എടുത്ത് ഭിത്തിയിൽ ഒട്ടിച്ചു ഷാജിദ. എന്നിട്ട് ഇറ്റ്സ് മൈ കൈസിൻ്റെ പേര് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും ഒരു നല്ല നിലപാടല്ല. പിന്നെ ഉമ്മയ്ക്ക് കൊടുത്ത സ്വർണം അത് ഷാജിദ തിരിച്ചു വാങ്ങിച്ചു, എനിക്ക് തരാനുള്ള പൈസയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അതുപോലെ എന്തോ ചന്ദനമരത്തിൻ്റെ നിങ്ങളെ വീട്ടിലുള്ള ചന്ദനമരമാണ് ആ ഉമ്മ തരാനുള്ള പൈസ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ശരിക്ക് ഭയങ്കര തമാശയാണ് തോന്നിയത്. അതായത് ഉമ്മ തരാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ ഉമ്മ ആരാണ് മോളെ? ഈ ഉമ്മ എന്ന് പറയുന്ന വയസ്സായി, നിന്റെ അനിയത്തിമാർ കൊടുക്കുന്നോ കൊടുക്കുന്നില്ലേ എന്നുള്ളതല്ല ഇവിടെ വിഷയം. നിനക്കൊരു ബാധ്യതയുണ്ട്, ഉമ്മയെ വയസ്സായാൽ നോക്കണം, നമ്മൾ നോക്കണം, ഉറപ്പായി നമ്മൾ നോക്കണം. അപ്പോൾ ആ ഒരു ഉമ്മ നിനക്ക് തരാനുണ്ട്, പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വാങ്ങിച്ചു കൊടുത്ത സ്വർണ്ണമൊക്കെ തിരിച്ചു വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ, നിന്നെ 10 മാസം ചുമന്ന ആ ഉമ്മയ്ക്ക് നീ എന്ത് വാങ്ങിച്ചു കൊടുത്താലും മതിയാകുമോ? ഈ ഒരു ലോകം തന്നെ അവരുടെ കാൽ കീഴിൽ നീ കൊണ്ടുവന്ന് വെച്ചാലും നിനക്ക് ഇന്ന് ഇതുപോലെ സംസാരിക്കാൻ പറ്റുന്ന തരത്തിൽ നിന്നെ വളർത്തി മാറ്റിയ ആ ഉമ്മയുടെ കാൽ കീഴിൽ നിനക്ക് ഈ ലോകം പോലും കൊണ്ടുവന്ന് വെച്ചാലും മതിയാകുമോ എന്നുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ മറച്ചു വെക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഷാജിദ എന്നെ അടുത്ത് പുറത്തിട്ട് അത് ആൾക്കാർ എടുത്തിട്ട് അലക്കുന്നു. ഇനി റിയാക്ഷൻ വീഡിയോനെ കുറിച്ച് പറയുമ്പോൾ, എടാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരും തന്നെ നിങ്ങളുടെ ശത്രുക്കളല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ശരിക്കും എനിക്ക് തോന്നുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ നിങ്ങളുടെ മിത്രങ്ങളാണ്. അതായത് നിങ്ങൾ മാറ്റേണ്ട സ്വഭാവത്തിനെ കുറിച്ച്, നിങ്ങൾ തിരുത്തേണ്ട സ്വഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ ഈ സമൂഹം എന്താണ് നിങ്ങളെ വിലയിരുത്തുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ശരിയായ അവയർനെസ് തരുന്നത് ആരാണെന്നറിയാമോ? ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. അതായത് നിങ്ങളെ സഹായിക്കുന്നവരാണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ. ഓൾമോസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്, വളരെ പാവം ഇമേജുമായിട്ട് വരുന്ന ആൾക്കാർ തന്നെ അവരുടെ എന്തെങ്കിലും കളവുകളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കുറ്റങ്ങളോ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്താൽ, ആരെങ്കിലും അവരുടെ ചാനൽ വഴി ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഭയന്നുകൊണ്ട് അവരുടെ പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു, അവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അവരുടെ ഫാമിലിക്കുള്ളിലേക്ക് കയറി എന്തൊക്കെയോ തോന്നിയാസങ്ങൾ കാണിക്കുന്നു. ഇതൊന്നും പോരെങ്കിൽ ഒരു കാറിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഒരു വീട്ടുമുറ്റത്തിരുന്നു കൊണ്ടോ പച്ചത്തെറി അങ്ങോട്ട് വിളിക്കുന്നു. എന്താണ് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്ന ചോദ്യം എന്നുള്ളത്, അല്ലെങ്കിൽ എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. ശരിക്കും 5 മക്കളെയും കൊണ്ട് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ് നീ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഷാജിദയെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഷെഫീന ഇത്ത. ഇവരെ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഷാജിദ പറയുകയാണ്, ഷെഫീന ഇത്തയുടെ ചരിത്രമൊക്കെ ഞങ്ങൾക്ക് കിട്ടി, കിടക്കയിൽ മുള്ളുന്ന ഒരാളായിരുന്നു, കിടക്കയിൽ തന്നെ കിടന്ന് പിന്നെ മുള്ളുകയും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്നു മോളെ ഒരു കാര്യം ആലോചിക്കണം. ഷെഫീന ഇത്ത ഒരു 3-4-5 വർഷമായി കാണും ഈ സോഷ്യൽ മീഡിയയിൽ വന്നത്. അവർ വന്ന അന്ന് മുതലേ റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ഒരാളാണ്. അത് മാത്രമല്ല, അവർക്ക് എന്തോ ഒരു രോഗാവസ്ഥ ഉണ്ടാവുകയും അവർ കിടക്കയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു അവസ്ഥയെയാണ് നീ എടുത്തു പറഞ്ഞ് അപമാനിച്ചിരിക്കുന്നത്. എന്ത് വിദ്യാഭ്യാസമാണ് നിനക്ക് കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യൻ്റെ കിടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയാണ്. ആ ഒരു ദയനീയ അവസ്ഥ നിനക്കറിയാം എന്ന് പറയുമ്പോൾ ഷെഫീന ഇത്ത വന്ന അന്ന് മുതൽ ഷെഫീന ഇത്തയെക്കുറിച്ച് ഇതുപോലുള്ള ഒരുപാട് ആരോപണങ്ങൾ പലരും പല ദിക്കിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊന്നും തന്നെ ഷെഫീന ഇത്ത പറയാനുള്ള കാര്യങ്ങൾ പറയാതെ പോകില്ല എന്നുള്ള കാര്യം നീ അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഇത്തയെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതുപോലെ ഉമ്മയെ നീ ട്രീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. നിന്റെ ഉമ്മയെ നീ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ കണ്ടു വളരുന്ന നിന്റെ മക്കളുണ്ട്. എടാ, നിന്റെ മക്കള് ഒരു ദിവസം നിന്റെ സഹോദരങ്ങളാണല്ലോ ഈ മുത്തു സിനാൻ എന്നൊക്കെ പറയുന്ന ആ ചങ്ങായിമാര് നിന്റെ സഹോദരങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു മാമൻകാരനെ പോലും പേര് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ട് എൻ്റെ ഉമ്മാൻ്റെ പൈസ എടുക്കടാ എന്ന് പറയുമ്പോൾ കുഞ്ഞു മോനാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നീ എങ്ങനെയാണ് ആ കുട്ടികളെ വളർത്തുന്നത് എന്നുള്ളത് പോലും ശരിക്കും നമ്മൾ നല്ല ഒരു അമ്മയാകുന്നത് എപ്പോഴാണ്? നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പോഴല്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല വസ്ത്രം കൊടുക്കുമ്പോഴല്ല, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടാക്കി കൊടുക്കുമ്പോഴല്ല. നമ്മുടെ മക്കളെ അവർ ജീവിക്കുന്ന സമൂഹത്തിന് അനുയോജ്യരായ രീതിയിൽ വളർത്തി വലുതാക്കി എടുക്കുമ്പോഴാണ് ഒരമ്മ സമ്പൂർണയായ ഒരമ്മയായി മാറുന്നത്. അപ്പോൾ അവിടെ നീ ഒരു ഉമ്മയാണോ, ഒരു നല്ല ഉമ്മയാണോ എന്ന കാര്യം നീ തന്നെ ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഈ ഖൈസ് എന്ന് പറയുന്ന ആ പുള്ളിക്കാരനെ കുറിച്ച് നീ പറഞ്ഞ ഒരു കാര്യമാണ്, പുള്ളിക്കാരൻ്റെ വൈഫിൻ്റെയും ഉമ്മയുടെയും കിടപ്പറ രംഗങ്ങൾ കൊണ്ടുവന്ന് വിൽക്കൂ എന്ന്. യഥാർത്ഥത്തിൽ നിന്നെ വിമർശിച്ചത് ആരാണ്? ഖൈസാണ്. ഖൈസിനെ കുറിച്ച് പറയുന്നതിന് പകരം ഒരു സ്വതന്ത്ര വ്യക്തിയായ ഖൈസിൻ്റെ ഭാര്യയെ ഇതിലേക്ക് വലിച്ചടച്ചതും ഖൈസിൻ്റെ ഉമ്മയെ ഇതിലേക്ക് വലിച്ചടച്ചതും ഒരു ന്യായമുള്ള ഒരു കാര്യമല്ല. നിനക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നീ ചിന്തിക്കുക. കാരണം സ്വതന്ത്ര ഇന്ത്യയിലാണ്, നമ്മളെല്ലാവരും ഒരു വ്യക്തിയാണ്. പിന്നെന്താണ്, ബന്ധങ്ങൾ കൊണ്ട് നമുക്ക് ചില ബന്ധനങ്ങളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഖൈസിനോട് നിനക്ക് പറയാനുള്ള കാര്യം, ഖൈസിനെ പറയുന്നതിന് പകരം അവിടെ നിരപരാധിയായ അവൻ്റെ വൈഫിനെയും അവർ ഒരിക്കലും പുറത്ത് കാണിച്ചിട്ടില്ലാത്ത അവരുടെ ലൈഫിനെയും നീ പുറത്തേക്കെടുത്തിട്ട് നാറ്റിച്ചു. അതൊരു നല്ല ക്വാളിറ്റി അല്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പറയാനുള്ളതെന്ന് പറയുന്നത്, ഈ ഒരു മുത്തു സിനാൻ എന്ന് പറയുന്ന ചങ്ങായിമാര് ശരിക്കും ഈ പറയുന്ന ഷാജിദയെ സംരക്ഷിക്കേണ്ടവരാണ്. നിനക്ക് സംരക്ഷിക്കാൻ പറ്റുന്നില്ല എങ്കിലും അവരെ വെറുതെ വിട്ടേക്കുക എന്നുള്ളതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്തായാലും ഈ ഷാജിദയുടെ മക്കൾക്ക് വേണ്ടി ആരൊക്കെയോ കൊടുത്ത പൈസയും പിന്നെ ഷാജിദ ആരൊക്കെയോ കോണ്ടാക്ട് ചെയ്ത് ഷാജിദയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുത്ത പൈസയും അങ്ങനെ കുറേ പൈസകൾ ഷാജിദയുടെ കയ്യിൽ വന്നു എന്ന് മനസ്സിലായപ്പോൾ ഈ പറയുന്ന സിനാൻ എന്ന് പറയുന്ന അവരുടെ ഫാമിലിയിൽപ്പെട്ട ആർക്കോ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഷാജിദയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അത് അവരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ആ പൈസ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ ബാധ്യതപ്പെട്ടവരാണ്. കാരണം അത് നിങ്ങളുടെ ക്യാഷല്ല. പിന്നെ ഈ നടു റോട്ടിൽ വന്ന് നിന്നുകൊണ്ട് തന്നെ അപ്പ കച്ചവടം ചെയ്യുന്നു, പുട്ട് കച്ചവടം ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ അപ്പ കച്ചവടം ചെയ്ത ക്യാഷാണ് നിങ്ങൾ കയ്യിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. ആ ക്യാഷ് എന്ന് പറയുന്നത് ഈ പുള്ളിക്കാരത്തിയുടെ മക്കൾക്ക് അവകാശപ്പെട്ട സാധനമാണ്. അത് വാങ്ങിച്ച് നിങ്ങൾ വെച്ചിട്ട് നിങ്ങളൊരു ചാനൽ തുടങ്ങി അപ്പ കച്ചവടം, പുട്ട് കച്ചവടം, തേങ്ങാ കച്ചവടം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. അപ്പോൾ ഒട്ടും കുറഞ്ഞ പുള്ളികളല്ല നിങ്ങളെന്നുള്ള കാര്യമാണ്. ആണുങ്ങളായിരുന്നിട്ട് ഒരു പെണ്ണിൻ്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വിധവയായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും 5 മക്കളെ പോറ്റുന്ന ചില്ലറ കാര്യമല്ല. ഒരു കുഞ്ഞിനെ പോലും ഒരു മാതാവിനും പിതാവിനും ഒന്നിച്ച് പോറ്റാൻ കഴിയാത്ത ഒരു ലോകത്ത് ഒരു കാലത്ത് ആ സ്ത്രീ 5 മക്കളെ പോറ്റുന്നുണ്ട്. അതാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടോ ആവട്ടെ, അല്ലെങ്കിൽ അവരാരുടെ കൂടെ പോയിട്ട് കിട്ടിയ പൈസയോ ആവട്ടെ, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അധികാരമില്ല. കാരണം അത് അവരുടെ ജീവിതമാണ്. അവരുടെ ജീവിതം അവർ ഏത് രീതിയിൽ ജീവിച്ചാലും അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾ ക്യാഷ് വാങ്ങിച്ചു. ആ ക്യാഷ് നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അതിനു പകരം ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയായ അവരുടെ വീട്ടിൽ കയറി അവരെ ദേഹോപദ്രവം ചെയ്ത നിങ്ങളെയൊന്നും ആണുങ്ങളുടെ ഗണത്തിൽ പോയിട്ട് ഒരു സാധാരണ മനുഷ്യരുടെ ഗണത്തിൽ പോലും കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റൂല. ആരുടെയൊക്കെയോ ചാനലുകളിൽ കയറിയിരുന്ന് നിങ്ങൾ എന്തൊക്കെയോ ഭയങ്കര എന്തോ ക്രെഡിറ്റ് ചെയ്തതുപോലെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം, വളരെ മോശം. നിങ്ങൾ സംരക്ഷിക്കേണ്ട, ശിക്ഷിക്കാതിരിക്കൂ. ഇനി ഈ നമ്മുടെ ഷാജിദയെക്കുറിച്ച് നിരന്തരം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ആളുകളോടായിട്ട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും ഈ സ്ത്രീ ആര് പറഞ്ഞാലും കേൾക്കുന്ന ഒരാളല്ല. എത്ര റിയാക്ഷൻ ചെയ്താലും അവർ ഞാൻ നന്നാകില്ല, എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാകില്ല എന്ന് പറയുന്ന ഒരു ജാതി സാധനമാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളിനെ വിമർശിച്ചത് കൊണ്ടും വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഒരിക്കലും തീരാത്ത പ്രശ്നമായിട്ട് ഒരുപാട് പേര് ഒരു സ്ത്രീയെ ഇങ്ങനെ വേട്ടയാടുന്നത് കൊണ്ട് ഒരു വലിയ കാര്യമൊന്നുമില്ല. അതായത് നമ്മൾ കണ്ടതാണ് മുത്തുവിൻ്റെ ഉപ്പ മരിച്ച സമയത്ത് അവൾ ഒരു ലൈവ് ഇട്ടത്,
അതായത് നിന്റെ ഉമ്മ വിധവയായില്ലേടാ, നീ ഉപ്പയില്ലാത്ത മകനായില്ലേടാ, എൻ്റെ മക്കളെ നീ അങ്ങനെ വിളിച്ചില്ലേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഒരു അന്യമതസ്ഥനായ ഒരു വ്യക്തിയുടെ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് മാതൃക കാണിച്ച ഒരു പ്രവാചകന്റെ മതമാണ് പഠിച്ചത്, ഷാജിദ പഠിച്ചത്. എന്നിട്ട് പോലും സ്വന്തം മാമൻ മരണപ്പെട്ടപ്പോൾ അങ്ങനെ പറയണമെങ്കിൽ ആ സ്ത്രീയുടെ മനസ്സിനേറ്റ മുറിവ് എത്രത്തോളം ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മളൊക്കെ ഈ ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു വിധവയായ ആ ഒരു സ്ത്രീ, അവരുടെ മനസ്സിലേറ്റ മുറിവുകളാണ് ചിലപ്പോൾ അവരെ ഇത്തരത്തിൽ സംസാരിക്കാനുള്ള, അതായത് ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നു, ഒരുപാട് പേര്. അപ്പോൾ ഇങ്ങനെ ഞാൻ പ്രതികരിച്ചാൽ ഞാൻ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, പുള്ളിക്കാരത്തി ഈ ഒരു രീതിയിൽ വളരെ മോശമായിട്ട് ഭയങ്കരമായി ഒരു സമൂഹത്തിലാണ് വന്നിരുന്ന് സംസാരിക്കുന്നത് എന്ന് പോലും ചിന്തിക്കാതെ വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരു സ്ത്രീയെ നമ്മളിനി എങ്ങനെ റിയാക്ട് ചെയ്ത് ഇവരെ നന്നാക്കണം എന്ന് വിചാരിച്ചാലും നന്നാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. പിന്നെ എന്താണ് നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുക? വിട്ട് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലാക്കുക, അവർ ജീവിച്ച് വന്ന അവരുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം അവരെ ഇത്തരത്തിൽ സംസാരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രവർത്തിപ്പിക്കുന്നത്. നമ്മൾ വിമർശിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം അവർക്കോ സമൂഹത്തിനോ ഉണ്ടാകണം, ഇല്ലാതെ വിമർശിച്ചിട്ട് കാര്യമില്ല. പിന്നെ സമൂഹം അവർക്ക് ഇപ്പോൾ അങ്ങനെ സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല. അവരുടെ ജീവിതം അവരുടേതാണ്. 5 മക്കൾ അവരുടെ സംരക്ഷണയിലാണ്, നമുക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ അവർ നോക്കട്ടെ, അവരെ നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് വിടുക എന്നുള്ളതാണ്. എന്തായാലും എല്ലാം നല്ല രീതിയിൽ അവസാനിക്കട്ടെ എന്ന നല്ല ആഗ്രഹത്തോടു കൂടി ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.